നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസങ്ങളായി കേരള പോലീസിനെയും ക്രമസമാധാന പാലന സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന വിവാദ നായകൻ അർജുൻ ആയങ്കി ഒടുവിൽ പിടിയിലായി. കണ്ണൂർ ടൗണിലെ ഒരു ഫ്ളാറ്റിൽ നിന്നാണ് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക്കിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഓപ്പറേഷൻ. ആലുവ റൂറൽ SP സ്ക്വാഡും കണ്ണൂർ ടൗൺ പോലീസും ചേർന്നാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. DIGയുടെ കടുത്ത ഏകോപനവും ആസൂത്രിതവുമായ നീക്കങ്ങളുമാണ് ആയങ്കി വേട്ടയ്ക്കൊടുവിൽ വിരാമമിട്ടത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നീലയും കറുപ്പും കലർന്ന ടീഷർട്ടും അതിനു മുകളിലായി നീല നിറത്തിലുള്ള ഷർട്ടുമായിരുന്നു ആയങ്കിയുടെ വേഷം. മാസങ്ങളോളം സൈബർ ഇടങ്ങളിലൂടെ പോലീസിനെതിരെ പരസ്യമായ ഭീഷണിയും അധിക്ഷേപവും മുഴക്കിയിരുന്ന ഇയാൾ അപ്രതീക്ഷിതമായി ഫ്ളാറ്റ് വളഞ്ഞ പോലീസിന് മുന്നിൽ യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാതെ നിശബ്ദനായി കീഴടങ്ങുകയായിരുന്നു. പോലീസിന്റെ പെട്ടെന്നുള്ള മിന്നൽ നീക്കത്തിൽ പ്രതിരോധിക്കാനോ രക്ഷപ്പെടാനോ ആയങ്കിക്ക് കഴിഞ്ഞില്ല. തൃശൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ആയങ്കിയുടെ യാത്ര അത്യന്തം സാഹസികവും പോലീസിന്റെ കണ്ണ് വെട്ടിച്ചിട്ടുള്ളതുമായിരുന്നു. പോലീസിന്റെ എല്ലാവിധ നിരീക്ഷണ സംവിധാനങ്ങളെയും വെട്ടിച്ച് അതിർത്തികൾ കടന്ന് തൃശൂരിൽ നിന്നും കണ്ണൂരിലെ സുരക്ഷിത താവളത്തിലേക്ക് എത്തിയ ഇയാൾ ഇവിടെ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി പോലീസിനെ വീണ്ടും അധിക്ഷേപിക്കുകയായിരുന്നു. തുടർന്ന് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് ജില്ലകൾക്കും ഇയാളെ എന്ത് വില കൊടുത്തും പിടികൂടണമെന്ന കർശന നിർദ്ദേശം ക്രമസമാധാന വിഭാഗം കൈമാറിയിരുന്നു. അർജുൻ ആയങ്കിയെ പോലീസ് അതിസാഹസികമായി വലയിലാക്കിയത് കണ്ണൂർ നഗരത്തിലെ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ശനിയാഴ്ച അർദ്ധരാത്രിയാണ്. സമാനതകളില്ലാത്ത പോലീസ് ആക്ഷനാണ് കണ്ണൂരിൽ അരങ്ങേറിയത്. ഫ്ളാറ്റിന് ചുറ്റും റൂറൽ SP സ്ക്വാഡും ടൗൺ പോലീസും വലക്കണ്ണികൾ മുറുക്കിയത് അറിയാതെ ഒളിവിലായിരുന്ന ആയങ്കി അവസാന നിമിഷം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. സൈബർ ഇടത്തിൽ പോലീസിനെതിരെയുള്ള ആയങ്കിയുടെ പോസ്റ്റിടലും പോർവിളിയും ഞായറാഴ്ചയിലേക്ക് നീണ്ടുപോകാതെ ശനിയാഴ്ച രാത്രി തന്നെ തടയണമെന്ന DIG കെ കാർത്തിക്കിന്റെ ഉറച്ച നിലപാടാണ് കൃത്യതയാർന്ന ഓപ്പറേഷന് വഴി തുറന്നത്. ആയങ്കി പുതിയ പോസ്റ്റുകളുമായി പോലീസിനെയും ക്രമസമാധാന പാലനത്തെയും വീണ്ടും പരിഹസിക്കുന്നത് നാണക്കേടാണെന്ന് വിലയിരുത്തിയ DIG ഞായറാഴ്ച വെളുക്കും മുമ്പ് പ്രതി കൈക്കുള്ളിലാകണമെന്ന് സ്ക്വാഡിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയൻ എല്ലാം ഏകോപിപ്പിച്ചു. കേസിലെ നിർണായക വഴിത്തിരിവ് ലഭിച്ചതിന് പിന്നാലെ അർദ്ധരാത്രിയോടെയാണ് DIGയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് സംഘം ലേഡി അഡ്വക്കേറ്റിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. തികച്ചും പഴുതടച്ച നീക്കങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഫ്ളാറ്റിന്റെ എല്ലാ എൻട്രി എക്സിറ്റ് പോയിന്റുകളും രഹസ്യമായി ഉപരോധിച്ച ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അപ്പാർട്ട്മെന്റിന് ഉള്ളിലേക്ക് കടന്നത്. അതുവരെ എല്ലാ ഓപ്പറേഷനും അതീവ രഹസ്യമായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിർദ്ദേശം പോയിരുന്നു, അല്ലാതെ ആരും അറിഞ്ഞില്ല. പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഫ്ളാറ്റിന്റെ പിന്നിലെ വഴിയിലൂടെയോ മറ്റു താവളങ്ങളിലേക്കോ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ അർജുൻ ആയങ്കി ആവത് ശ്രമിച്ചു. എന്നാൽ ഫ്ളാറ്റിന് ചുറ്റും നിലയുറപ്പിച്ചിരുന്ന കണ്ണൂർ സ്ക്വാഡിലെ പോലീസുകാർ ഇയാളെ നിമിഷങ്ങൾക്കകം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പോലീസിന്റെ പെട്ടെന്നുള്ള മിന്നൽ പ്രതികരണത്തിൽ ആയങ്കിയുടെ എല്ലാ പ്രതിരോധ തന്ത്രങ്ങളും നിഷ്പ്രഭമായി. പോലീസിൽ നിന്നും ആയങ്കിക്ക് രഹസ്യ ജോർന്ന് കിട്ടാതിരിക്കാൻ പ്രത്യേക കരുതലെടുത്തിരുന്നു. ഒരു പ്രമുഖ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റ് തന്നെ ഒളിത്താവളമായി തെരഞ്ഞെടുത്തതിലൂടെ പോലീസിന്റെ പരിശോധനയും സംശയങ്ങളും ഒഴിവാക്കാമെന്നായിരുന്നു ആയങ്കിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വിവരങ്ങൾ ശേഖരിച്ച റൂറൽ SP സ്ക്വാഡും ടൗൺ പോലീസും ഫ്ളാറ്റിലേക്ക് ഇരച്ചു കയറാൻ യാതൊരു മടിയും കാണിച്ചില്ല. അഭിഭാഷകയ്ക്ക് ഇയാളുമായി ബന്ധവും ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയ പശ്ചാത്തലവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തുടർച്ചയായ വിജയകരമായ ഓപ്പറേഷനുകളിലൂടെ വീണ്ടും തങ്ങളുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂർ പോലീസ് സ്ക്വാഡ്. ഹൈടെക് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടവർ ലൊക്കേഷനുകളും VPN IP-കളും മാറ്റി പോലീസിനെ കണ്ണുരുട്ടിയിരുന്ന ഈ കുറ്റവാളിയെ കൃത്യമായ ഗ്രൗണ്ട് ഇന്റലിജൻസിലൂടെ വീഴ്ത്താൻ സ്ക്വാഡിന് സാധിച്ചു എന്നതും സേനയ്ക്ക് വലിയ നേട്ടമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് പോസ്റ്റുകൾ ഇടുന്നത് ആയങ്കിയുടെ പതിവായിരുന്നു. ഞായറാഴ്ച സമാനമായ രീതിയിൽ പോലീസിനെ പരിഹസിക്കുന്ന കുറിപ്പുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്കാണ് അർദ്ധരാത്രിയിലെ പോലീസിന്റെ മാസ്റ്റർ സ്ട്രൈക്ക് എത്തിയത്. അർദ്ധരാത്രിയിലെ മിന്നൽ നടപടിയോടെ ആയങ്കിയുടെ പോസ്റ്റുകൾക്ക് ശാശ്വതമായി പൂട്ടിയിടാൻ DIG കെ കാർത്തിക്കിന്റെ ജാഗ്രതയ്ക്കായി. കേസിലെ പ്രധാന വഴിത്തിരിവായത് ആയങ്കിയുടെ അടുത്ത കൂട്ടാളി ജിതിന്റെ കസ്റ്റഡിയാണ്. ജിതിൻ പിടിയിലായതോടെ തന്നെ അർജുൻ ആയങ്കി പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞിരുന്നു. മുടക്കോഴി മല പോലുള്ള സങ്കീർണവും ഉൾക്കാടുകൾ ഉള്ളതുമായ മേഖലകളിലേക്ക് പ്രതി കടക്കാതിരിക്കാൻ DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ
അതിശക്തമായ തടസ്സങ്ങൾ ഒരുക്കിയിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തന്ത്രങ്ങൾക്ക് മുന്നിൽ രക്ഷയില്ലാതെ വന്നതോടെയാണ് ആയങ്കിക്ക് കണ്ണൂർ നഗരമധ്യത്തിലെ അപ്പാർട്ട്മെന്റിലേക്ക് താവളം മാറ്റേണ്ടി വന്നത്. ജിതിനിൽ നിന്ന് ചോർത്തിയെടുത്ത നിർണായക വിവരങ്ങൾ അതേസമയം തന്നെ കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയനെ തത്സമയം കൈമാറിക്കൊണ്ടിരുന്നു. പോലീസ് ആസ്ഥാനവും ആഭ്യന്തര വകുപ്പും ഒരുപോലെ ഉണർന്നിരുന്ന അർദ്ധരാത്രിയായിരുന്നു അത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതീവ ആകാംക്ഷയോടെ ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും കൺട്രോൾ റൂം തലത്തിലുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്തു. പോലീസ് സംഘം അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചു കയറുന്നതും ആയങ്കിയെ കീഴടക്കുന്നതുമായ രംഗങ്ങൾ തത്സമയം ആഭ്യന്തരമന്ത്രി നിരീക്ഷിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതിന് സ്ഥിരീകരണമില്ല. ചെന്നിത്തല ലൈവിൽ കണ്ടുവെന്നാണ് സൂചന. സൈനിക ദൗത്യങ്ങൾക്ക് സമാനമായ അച്ചടക്കത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഓരോ നിമിഷവും പോലീസ് സംഘം നീങ്ങിയത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ പ്രതിരോധം തീർക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആയങ്കി ക്രമസമാധാന പാലകരുടെ കൈക്കുള്ളിലായി. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് VPN തന്ത്രങ്ങളിലൂടെ സൈബർ ലോകത്ത് സജീവമായിരുന്ന ഇയാളെ വീഴ്ത്താൻ ഗ്രൗണ്ട് ഇന്റലിജൻസും അത്യാധുനിക ടെക്നിക്കൽ സർവൈലൻസും പോലീസും ഒരുപോലെ ഉപയോഗിച്ചു. സഹോദരനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളെ തുടർന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ടെത്തിയതും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പക്വതയോടെ വിശകലനം ചെയ്തതും ദൗത്യത്തിന് മിഴിവേകി. രാഷ്ട്രീയ തണലോ പാർട്ടി ഗ്രാമങ്ങളുടെ സംരക്ഷണമോ ഇത്തവണ ലഭിക്കാതിരുന്നതും ആയങ്കിയെ പെട്ടെന്ന് ഒറ്റപ്പെടുത്തി. CPM ഗ്രാമങ്ങളിലേക്ക് കടക്കാനാകാതെ നഗരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ ഒളിക്കേണ്ടി വന്ന പ്രതിക്ക് ഒടുവിൽ നിയമത്തിന് മുന്നിൽ തല കുനിക്കേണ്ടി വന്നു. കണ്ണൂരിൽ ഭീഷണിപ്പെടുത്തിയതിന് കേസുകളുണ്ടെങ്കിലും ആലുവ റൂറലിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പരസ്യമായി അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിനാണ് മുൻഗണന നൽകുന്നത്. പിടിയിലായ ആയങ്കിയെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഉടൻ തന്നെ ആലുവ റൂറൽ പോലീസിന് കൈമാറുമെന്ന് DIG K കാർത്തിക് അറിയിച്ചു. മുംബൈ ഡൽഹി സൈബർ വിദഗ്ധരുടെ സേവനം കാർത്തിക്കിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഗ്രൗണ്ട് ആക്ഷനും ഒന്നിച്ചപ്പോൾ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സർജിക്കൽ ഓപ്പറേഷനാണ് കണ്ണൂരിൽ പൂർത്തിയായത്. കുറ്റവാളികൾ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒളിച്ചാലും നിയമത്തിന്റെ നീണ്ട കൈകൾ അവരെ തേടിയെത്തുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ ഓപ്പറേഷൻ നൽകുന്നത്.